സോക്ക് ടെക്നോളജീസ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് സോക്ക് ടെക്നോളജീസിനെ പറ്റിയിട്ടാണ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് സോക്ക് ടെക്നോളജീസിൽ വരുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സിമ്മ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ത്രെറ്റ് ഇൻ്റലിജൻസ് വരുന്നുണ്ട്, അനാലിസിസ് ടൂൾസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സോറും വരുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സിം എന്താണെന്നുള്ള കാര്യം. ബാക്കി വരുന്ന ടെക്നോളജീസ് നമ്മൾ വരും വീഡിയോകളിൽ പറയുന്നതായിരിക്കും. ഓക്കെ, സോ സിം എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, സിം എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഇൻഫർമേഷൻ ആൻഡ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്നാണ്. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സിം സെർവർ ഉണ്ട്. സോ ഒരു കമ്പനി ആവുന്ന സമയത്ത് അവിടെ പലതരത്തിലുള്ള ലോഗ്സ് ഉണ്ടാകും. അവിടെ ആക്റ്റീവ് ഡയറക്ടറി ഉണ്ടാകാം, അതുപോലെ തന്നെ റൗട്ടറിൻ്റെ ലോഗ്സ് ഉണ്ടാകാം, അതുപോലെ തന്നെ വാഫിൻ്റെ ലോഗ് ഉണ്ടാകാം. പല ലോഗ് സോഴ്സുകളും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ലോഗെല്ലാം എന്തിലേക്കാണ് പോകുന്നത്? ഈ സിമ്മിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ സിം എന്ത് ചെയ്യും, ഈ പറഞ്ഞേക്കുന്ന ലോഗ്സ് എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി എന്താണ് എക്സാമ്പിൾ ഓഫ് സസ്പീഷ്യസ് ആക്ടിവിറ്റി? ഈ ഒരു എക്സാമ്പിൾ ഓഫ് സസ്പീഷ്യസ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. നോർമൽ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പാസ്വേഡ് മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഒരു പാസ്വേഡ് ഒന്നിൽ കൂടുതൽ തവണ മാറിപ്പോയിട്ട് നമ്മൾ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സസ്പീഷ്യസ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് നോർമൽ കേസിൽ ഞാനിപ്പോൾ പാസ്വേഡ് എന്ത് ചെയ്തു, മറന്നുപോയി. അപ്പോൾ ഞാൻ റോങ് ആയിട്ട് അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് വന്നു. പക്ഷേ ഒരു ടൈം പീരീഡിൽ ഇങ്ങനെ പാസ്വേഡ് തെറ്റായി അടിച്ചതിൻ്റെ ഒരു ലോഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, അത് ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആയിരിക്കും അല്ലേ. ഒരു സെക്കൻഡിൽ അല്ലെ ഇത്രത്തോളം വരുന്ന എൻഡേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ പാസ്വേഡ് തെറ്റായിട്ട് അടിക്കുന്ന ലോഗ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിന് എക്സാമ്പിൾ ആയിരിക്കും. സോ ബട്ട് ഹൗ ഡസ് സിം നോട്ട്സ് ടു അലേർട്ട് us on such activities? ദിസ് ഈസ് ഡൺ ബൈ റൈറ്റിംഗ് കോറിലേഷൻ റൂൾസ്. കോറിലേഷൻ റൂൾ റൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിമ്മ് വെച്ചിട്ട് ഇതുപോലുള്ള സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയുന്നത്. നമുക്ക് നോർമൽ കേസിൽ നമുക്ക് ലോഗ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ആ ലോഗ് യൂസ് ചെയ്തുകൊണ്ട് ഇതൊരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആണെന്ന് എങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു അലേർട്ടിലേക്ക് എങ്ങനെ എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആര് വഴിയാണ്? ഈ ഒരു കോറിലേഷൻ റൂൾ വഴിയാണ്. ഓക്കെ, സോ കോറിലേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് കണ്ടീഷൻ ദാറ്റ് ഇൻഡിക്കേറ്റ് സസ്പീഷ്യസ് ആക്ടിവിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് കണ്ടീഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോറിലേഷൻ റൂൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇൻ ദ അബോവ് എക്സാമ്പിൾ ദ കണ്ടീഷൻ ആർ. നമ്മളിവിടെ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഒന്നെന്ന് വെച്ചാൽ ഫെയിൽഡ് ലോഗിൻ ഇവൻ്റാണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫെയിൽഡ് ലോഗിൻ ഇവൻ്റ് ഉള്ളൂ. പക്ഷേ ഇവിടെ വരുന്ന നേരത്തെ ഫെയിൽഡ് ലോഗിൻ ഇവൻറ്റിൻ്റെ എണ്ണം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. സോ സെയിം യൂസറിൽ നിന്ന് തന്നെ ഫെയിൽഡ് ലോഗിൻ ഇവൻറ്റ് വരികയാണ് 20 ടൈംസ് എന്താണ് ഫെയിൽഡ് ലോഗിൻ ഇവൻറ്റ് വരികയാണ്, അതും 1 മിനിറ്റിൻ്റെ ഉള്ളിൽ. നോർമൽ കേസിന് ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു 20 പ്രാവശ്യം ഇങ്ങനെ പാസ്വേഡ് തെറ്റിച്ച് അടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ലോജിക്കലി നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. സോ അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഈ കോറിലേഷൻ റൂൾ പ്രകാരം ഇതൊരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആണെന്ന് ഈ ഒരു അലേർട്ട് വഴി നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതൊരു പോസിബിൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആണെന്ന് സിമ്മ് നമുക്ക് അലേർട്ടാക്കിയിട്ട് തരുന്നതാണ് ചെയ്യുന്നത്. നിങ്ങളൊരു IT പ്രൊഫഷണൽ ആണോ, അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷനിൽ നിന്നും കരിയർ സ്വിച്ച് ചെയ്ത് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിലേക്ക് വരാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ പെറ്റില ടയർ 1 പ്രീമിയം പേഴ്സണൽ ട്രെയിനിംഗ് വഴി നിങ്ങൾക്കും സൈബർ സെക്യൂരിറ്റി പഠിക്കാം. 1-to-1 മെൻറ്റർഷിപ്പ്, അതായത് നിങ്ങളും ട്രെയിനറും മാത്രമേ ക്ലാസ്സിലുണ്ടാവൂ, അതും നിങ്ങളുടെ ആവശ്യാനുസരണം സിലബസ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട്. കഴിഞ്ഞില്ല, എടുക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഞങ്ങളുടെ പോളിസി പ്രകാരം ഫുൾ എമൗണ്ട് റീഫണ്ടും. ഫോർ മോർ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു അറ്റാക്കർ ട്രൈസ് ടു ഗസ് ദ പാസ്വേഡ്. ഒരു അറ്റാക്കർ ഇതുപോലെ പാസ്വേഡ് ഗസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഫോർ എവരി അറ്റംപ്റ്റ് വിത്ത് റോങ് പാസ്വേഡ് ദർ വിൽ ബി ലോഗിൻ ഫെയിലിയർ ഇവൻറ്റ് അല്ലേ. ഒരു ലോഗ് ക്രിയേറ്റ് ആവും. നമ്മൾ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാലും സിസ്റ്റത്തിൽ എന്ത് കാര്യം ഷട്ട് ഡൗൺ ചെയ്യുകയോ ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഒരു ലോഗ് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ ഒരു ഇവൻറ്റിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ലോഗായി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, അറ്റാക്കർ ഗസ് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ലോഗ് സെൻഡ് ടു സിമ്മിലേക്ക് എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞേക്കുന്ന ഫെയിൽഡ് ആയിട്ടുള്ള ലോഗ്സ് ഷെയർ ചെയ്യണം. സിം എന്ത് ചെയ്യാണ്, ഇത് കോറിലേഷൻ ചെയ്യും. നമ്മൾ നേരത്തെ പഠിച്ചു കോറിലേഷൻ റൂൾ എന്താണെന്നുള്ളത്. കോറിലേഷൻ റൂൾ പ്രകാരം എന്ത് ചെയ്തു, ഒരു പോസിബിൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആണെന്ന് കണ്ടു. അപ്പോൾ ഈ സോക്ക് റൂമിലുള്ള സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ത് ചെയ്യും, അനലൈസ് പ്ലേ ബുക്ക്. നമ്മൾ പ്ലേ ബുക്ക് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ വരും വീഡിയോയിൽ പറയുന്നതായിരിക്കും. അനലൈസ് പ്ലേ ബുക്ക് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇറ്റ് ഈസ് ആൻ സെക്യൂരിറ്റി ഇൻസിഡൻറ്റ്, എ ടിക്കറ്റ് ഷുഡ് ബി ക്രിയേറ്റഡ് ആൻഡ് അസൈൻ ടു അപ്രോപ്രിയേറ്റ് ടീം അല്ലേ. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീമിന് എന്ത് ചെയ്യും, നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കൊരു ടിക്കറ്റ് ക്രിയേറ്റ് ആക്കി കൊടുക്കാം. ഇറ്റ് ഈസ് എ ഫോൾസ് അലേർട്ട് ആൻഡ് ദ അനലിസ്റ്റ് വിൽ ക്ലോസ് ദ അലേർട്ട് ഇൻ സിം. ഇനി ആ സിമ്മ് പ്രകാരം നോക്കുന്ന സമയത്ത് ഈ ഒരു അലേർട്ട് ഫോൾസ് അലേർട്ട് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് ഫോൾസ് അലേർട്ടായിട്ട് സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ത് ചെയ്യും, ആ ഒരു അലേർട്ട് ക്ലോസ് ചെയ്യുക. സോ ഇത്രത്തോളം കാര്യമാണ് നമുക്ക് സിമ്മിനെ പറ്റിയിട്ട് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ
ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് കൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ.